ആത്മാർത്ഥമായി സ്നേഹിച്ച രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഊണിൽ ഉറക്കത്തിൽ എന്ന് വേണ്ട സർവ്വസമയത്ത് ഈ രണ്ട് സുഹൃത്തുക്കൾ ഒപ്പമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു സുഹൃത്ത് ആ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി കെട്ടിത്തൂങ്ങി ചാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ കാണും, ഒരു കാരണം കാണും, വ്യക്തമായിട്ടൊരു കാരണം കാണും. അങ്ങനെ ഒരു സംഭവ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വിജില ഇനി അന്വേഷിക്കുക ഒരു സ്ഥലം പോലും ഇല്ല. എവിടെയൊക്കെ പോയി അന്വേഷിക്കാനാ പറ? ബന്ധു വീട്ടിൽ പോയി, അവിടെ ഇല്ല. സുഹൃത്തുക്കളോട് ചോദിച്ചു, ഒരു പിടിയുമില്ല. കാര്യം എന്താ? വിജിലയുടെ ഭർത്താവായ ഷാജിയെ കാണാനില്ല. ഇതെവിടെ പോയി? ഇതാ ഇപ്പോൾ വരാടിയെന്ന് പറഞ്ഞ് പോയ മനുഷ്യനാണ്. ഒരു സൂചന പോലും ഇല്ല. ഈ വിജിലയും ഭർത്താവായ ഷാജി ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് വിജില ഈ ഷാജി നോക്കുന്നത്. അവർക്കൊരു മകളുണ്ട്, നല്ല സന്തോഷത്തോടെ കഴിയുകയാണ്. ഷാജിക്കാണെങ്കിൽ ജോലി സെക്രട്ടേറിയറ്റിലാണ്, ഭാര്യ വിജില അധ്യാപികയാണ്. അങ്ങനെ അല്ലലുമില്ല, ബുദ്ധിമുട്ടുമില്ല, നല്ല സെറ്റപ്പിൽ അങ്ങനെ ജീവിച്ച് പോവുകയാണ്. അങ്ങനെ സന്തോഷകരമായിട്ട് ഒരു കുഞ്ഞും ഭാര്യയും ഭർത്താവുമായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഷാജിയെ കാണാനില്ല. ഷാജിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇങ്ങനെ പല സ്ഥലത്തും നടക്കുകയാണ്. അങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ദുരന്ത വാർത്ത എത്തുന്നത്. ഷാജി ഒരു വീട്ടിൽ തൂങ്ങി മരിച്ച് നിൽക്കുന്നു. ഓ, വല്ലാത്തൊരു ഞെട്ടലുളവാക്കുന്ന വാർത്തയാണല്ലോ. ഷാജി ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, എല്ലാവർക്കും പരോപകാരം ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഒരാളുടെ വീട്ടിൽ തൂങ്ങി മരിച്ച് നിൽക്കുകയാണ്. തൂങ്ങി മരിച്ച് നിൽക്കുന്ന ആ കാഴ്ച ഒരു വിചിത്രമായ കാഴ്ചയാണ്. വീടിൻ്റെ അകത്ത റൂമിലൊന്നുമല്ല കേട്ടോ, വീടിൻ്റെ പുറകുവശത്തുള്ള ആ കോവേണിപ്പടി കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ടെറസാണ്. ആ ടെറസിൻ്റെ സൈഡിലുള്ള ഒരു റൂമിലാണ് ഈ ഷാജി തൂങ്ങി മരിച്ച് നിൽക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇത് ആരുടെ വീടാണെന്നറിയാമോ? ഷാജിയുടെ ആത്മാർത്ഥ സുഹൃത്തായ, അത് ചങ്കും കരളും പോലെ നമ്മൾ പറയുമല്ലോ, അമ്മാതിരി സ്നേഹബന്ധമുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഷാജി തൂങ്ങി മരിച്ച് നിൽക്കുന്നത്. ഹോണും ബെല്ലടിച്ചു. ഹോണും ബെല്ലടിക്കുമ്പോൾ ഫ്രണ്ടിലെ രണ്ട് റൂമിലും ലൈറ്റ് ഉണ്ടായിരുന്നു. ഡോറ് തുറന്ന് ഡോറ് തുറന്നതും ആ റൂമിൽ ലൈറ്റ് ഓഫായി. അപ്പോൾ ഇവർ വന്നിട്ട് ഞാൻ ചോദിച്ചു, ഹസ്ബൻഡ് ഇവിടെ വന്നിരുന്നു, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു, വന്നിരുന്നു 2 ദിവസം മുമ്പെന്ന്, ഇന്ന് വന്നിട്ടേ ഇല്ല എന്നാ എന്നോട് പറഞ്ഞത്. 8 മണിക്ക് അവരുടെ വീട്ടിൽ ആളുണ്ട്. ഈ ഷാജിയുടെ ആത്മഹത്യയെ തുടർന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ പൊട്ടി മുളയ്ക്കുവാണ്. കാരണം അയാൾക്ക് വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, ഭാര്യ നന്നായിട്ട് നോക്കുന്നുണ്ട്, ഏക മകളാണ്, ആ കൊച്ചിനെ പൊന്നുപോലാണ് ഈ ഷാജി നോക്കുന്നത്. അപ്പോൾ വീട്ടിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല, ആത്മഹത്യ ചെയ്തിരിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് വഴികളുണ്ടല്ലേ ആത്മഹത്യ ചെയ്യാൻ. ഒരു പക്ഷേ വീട്ടിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പറമ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ പല പല മാർഗങ്ങളുണ്ട് ആത്മഹത്യ ചെയ്യാൻ. ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? അതൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് അവിടെ. അവർ കാരണം തന്നെയാണ് എൻ്റെ ഫാമിലി ഇങ്ങനെ പോയത്. എന്തോ ഒരു ദുരൂഹത ഉണ്ട്. ഷാജി ഈ കടുങ്കൈ കാണിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തമായ കാരണം കാണും അല്ലേ? ചുമ്മാ ഒരു മനുഷ്യൻ ചെയ്യത്തില്ലല്ലോ. ആ കാരണം അറിയണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകണം? ഷാജിയുടെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ സന്തോഷകരമായിട്ട് ആ കുടുംബം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഭാര്യ വിജില ഒരു കാഴ്ച കാണുന്നത്. ആ കാഴ്ച എന്താണെന്ന് അറിയാമോ? നേരം വെളുത്തപ്പോൾ ഒരുത്തൻ ഇങ്ങനെ 2 കൽപ്പിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. കാരണം ഈ ഷാജി ഏതോ ഒരുത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടത്രേ. 1-2 രൂപയല്ല, ലക്ഷങ്ങളല്ല. എത്രയാണെന്ന് കേട്ടോ? ഒരാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിലൊരാൾ ഇങ്ങനെ 8 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു പോയി. ഈ 8 ലക്ഷം രൂപ എന്തിനു വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയുന്ന ആൾ തന്നെയാണ്. അപ്പം ഞാൻ ചോദിക്കുമ്പോഴൊന്നും എന്താ കാര്യമെന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, ഒരു ലോണ്, ഹൗസിംഗ് ലോണോ അങ്ങനെ ഹൗസിംഗ് ലോൺ ഉള്ളത് എൻ്റെ പേരിൽ, കാർ ലോൺ ഉള്ളത് എൻ്റെ പേരിൽ, അത് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ ഏതെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലം എന്തെങ്കിലും വിറ്റോ അല്ലെങ്കിൽ PF-ന്ന് നമുക്ക് എടുക്കാമല്ലോ. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് വിജില തൻ്റെ ഭർത്താവിൻ്റെ തനിസ്വരൂപം അറിയുകയാണ്. കാരണം കാലങ്ങളായിട്ട് ഭർത്താവായ ഷാജി തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെ പലരിൽ നിന്നും പണം കടം വാങ്ങിയിരിക്കുന്നു. അത് 1-2 രൂപയല്ല, ആയിരങ്ങളൊന്നുമല്ല, ലക്ഷങ്ങൾ. പക്ഷേ എന്തിനു വേണ്ടിയായിരിക്കാം? ആർക്കു വേണ്ടിയായിരിക്കാം? അതൊരു ചോദ്യമായിട്ട് വിജിലയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കുകയാണ്. എനിക്ക് വേണ്ടിയല്ല, ഞാൻ വേറൊരാൾക്ക് വേണ്ടി മറിച്ചു കൊടുത്തതാണ്. പിന്നെ അത് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ അത് സോൾവ് ആവും, അത് അവർ കൊടുക്കും. വീട്ടിലാകപ്പാടെ കലിപ്പായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പലരിൽ നിന്നും കടം വാങ്ങിയതൊക്കെ ഭാര്യ അറിഞ്ഞു. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ കശപിശയൊക്കെ തുടങ്ങി. ഈ പലരിൽ നിന്നും ഈ ഷാജി കടം വാങ്ങിയത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ഈ സുഹൃത്തിന് വേണ്ടി. അങ്ങനെ സുഹൃത്ത് ഗൾഫിൽ പോയി, ഇപ്പോൾ കടം വാങ്ങുന്ന ആരാണെന്നറിയാമോ? സുഹൃത്തിൻ്റെ ഭാര്യ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ ഷാജിയുടെ മൊത്തം ഊറ്റിയെടുത്തു. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ, ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ അനിക്കും അവർക്ക് വേണ്ടി പിന്നെ ഒരു ചിട്ടിക്ക് 2018 ജാമ്യം നിന്നിട്ടുണ്ട്. അന്ന് അവർ ചിട്ടായിനോട് പറഞ്ഞത്, ഈ ചിട്ടി അടച്ചുകൊണ്ടിരിക്കും, അപ്പോൾ അത് കിട്ടുമ്പോൾ ഈ ലോണ് ക്ലോസ് ആവും, നിങ്ങൾക്കൊരു ബാധ്യതയും വരത്തില്ല. അപ്പോൾ ആ ഉറപ്പിന്മേലാണ് അന്ന് ജാമ്യം നിന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ജാമ്യം നിൽക്കാൻ മാത്രമല്ല
ഇങ്ങനെ പൈസ ഇവരടയ്ക്കാതെ വന്നപ്പോൾ ആ റോളും കൂടെ ഇവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഷാജി മാനസികമായിട്ട് ആകെ തകർന്നു. അയാൾക്ക് സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, നാട്ടിൽ സമാധാനമില്ല. ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഈ ഷാജി. എന്തായാലും പണം തിരിച്ചു വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അയാൾ ജാമ്യം നിന്ന് കുറച്ച് പണമുണ്ട്, കടം കൊടുത്ത പണമുണ്ട്, അതിലൂടെ തിരികെ ചോദിച്ചു. ആരോടാ? സുഹൃത്തുണ്ട്, ഭാര്യയോട്. അവർ 2 കൈ മലത്തിയാണ്. ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിലാണ് അവർ പെരുമാറുന്നത്. അങ്ങനെ ഇയാൾക്ക് ഒരിക്കലും പണം കിട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ ആ ഷാജി എത്തുകയാണ്. തലേ ദിവസം ചേട്ടായി അവരുടെ കടയിൽ പോയിട്ട് വഴക്കുണ്ടാക്കിയെന്ന് പൈസ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അവർ ആ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഷാജി ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? നേരെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ കോവേണിപ്പടി കയറി നേരെ ടെറസിലെത്തുന്നു. ടെറസിലെ ആ മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മുറിയിലെ ഭിത്തിയിൽ ആ വടിവത്ത കയ്യക്ഷരത്തിൽ കുറേ വാക്കുകൾ അയാൾ എഴുതി കൂട്ടുകയാണ്. ഇന്ന പേര്, അതായത് ഭാര്യയും ഭർത്താവുമാണ്, അതായത് കൂട്ടുകാരനും ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഇവരെ വെറുതെ വിടരുത്, എന്നെ അത്രയും ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നല്ല രീതിയിൽ എഴുതി. അവസാനം മോളെ നന്നായിട്ട് നോക്കണമെന്നൊക്കെ പറഞ്ഞ് അയാൾ ഒപ്പുവിട്ട് മേളിൽ കാണുന്ന ആ ഹൂക്കിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. അവർ തന്നെയാണ് എൻ്റെ ഫാമിലീനെ എങ്ങനെ ആക്കിയത്. ഞാൻ വയ്യാത്ത എൻ്റെ മോള് ടൈപ്പ് 1 ഡയബറ്റിക്കാണ്. 4 സമയം ഇൻസുലിൻ എടുക്കണം. എന്നെ കൊണ്ട് ഇതൊന്നും ഒറ്റയ്ക്ക് താങ്ങൂല. കാരണം രാവിലെ അച്ഛനാണ് അവൾക്ക് ഇൻസുലിൻ എടുത്തു കൊടുക്കുന്നത്, തല തോർത്തി കൊടുക്കുന്നത്. അവൾ വരെ പറഞ്ഞു എൻ്റെ അച്ഛനെ അവരാണ് കൊന്നതെന്ന്. അന്ന് രാത്രി പറഞ്ഞു. അച്ഛൻ വന്നപ്പോൾ അവൾ ഒരു തുള്ളി കരഞ്ഞില്ല. ഞാൻ അവിടെ വഴിയിൽ കാത്തു നിൽക്കും. എല്ലാ ദിവസവും എന്നെ കൂട്ടിയിട്ട് വരണേയില്ലേ. ഞാൻ നീലേശ്വരത്തായിരുന്നപ്പം വെളുപ്പിന് വരും. ഞാൻ 4 മണിക്ക് എത്തുള്ളൂ. 3 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കും, കാത്തു നിൽക്കും. ഇവിടുന്ന് 1:30-2 മണിക്ക്. ആര് ചെയ്യും? ആരും ചെയ്യത്തില്ല. ഞങ്ങൾ അത്രയും നല്ല റിലേഷനിലാണ് ജീവിച്ചത്. അതെല്ലാവർക്കും അറിയാം. എന്നെ തനിച്ചാക്കി നടു റോഡിൽ നിർത്തിയിട്ടാ പോയത്. എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി. ഞാൻ വിചാരിച്ച് എവിടെ ഒളിച്ചിരിക്കുകയാണ്, വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഉച്ചവരെ കാത്തിരുന്ന. മരിച്ചതുപോലും അറിയത്തില്ലായിരുന്നു. ഇനി നിങ്ങളുടെ എൻ്റെയും മനസ്സിലെ ചോദ്യം ഞാൻ പറയാം. ഇത്രത്തോളം പണം എന്തിനു വേണ്ടിയായിരിക്കാം ഷാജി സുഹൃത്തിന് കൊടുത്തത്? ആ ഭിത്തിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ മരണത്തിന് ഉത്തരവാദി കൂട്ടുകാരനും അയാളുടെ ഭാര്യയുമാണെന്ന്. എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഊറ്റൽ അവിടെ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ട്രാപ്പിൽ ഈ ഷാജി പെട്ടുപോയി. ഭാര്യയാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ കലിപ്പാവും. അത് മാത്രമല്ല, ഭാര്യ അറിയാതെയുള്ള ഒരു കച്ചവടമാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ ഈ ഷാജിയെ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും മറ്റേ കാണിക്കുവാണെങ്കിൽ അതിൻ്റെ ഭാര്യയുടെ ഒക്കെ പറയുന്ന ഒരുപക്ഷെ ഈ സ്ത്രീ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇയാൾ ആകപ്പാടെ പെട്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ മരണം വരെ തിരഞ്ഞെടുത്തു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഷാജിയും വിജിലയും തമ്മിൽ നല്ല രീതിയിലാണ് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത്. അവർക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാര്യം മാത്രം എന്തുകൊണ്ട് ഷാജി വിജിലയിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചല്ലേ? അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ ഷാജിക്കും അല്ലെങ്കിൽ ആ കുടുംബക്കാർക്കും അറിയുന്ന എന്തോ ഒരു ട്രാപ്പ് ഉണ്ടായിരിക്കാം. അതിൽ ഷാജി പെട്ടുപോയി. എന്തായാലും ഒരു കാര്യം എനിക്കിവിടെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ രഹസ്യം ഒന്നും പാടില്ല കേട്ടോ, ഒരിക്കലും പാടില്ല. ഭാര്യയ്ക്ക് കടമുണ്ടോ, അവളുടെ വരുമാനം എത്രയാണ്, ഭർത്താവിന് ജോലിയുണ്ടോ, ജോലിയിൽ എത്ര ശമ്പളം കിട്ടുന്നുണ്ട്, എന്താണെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിരിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹബന്ധം. യഥാർത്ഥ സ്നേഹബന്ധമില്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കടബാധ്യത അറിഞ്ഞിരിക്കണം. അയാളുടെ ഓരോ പോക്കും വരവും എല്ലാം ഭാര്യയും ഭർത്താവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒറ്റ വാക്കുകൂടി, ഭാര്യ അറിയാതുള്ള കച്ചവടം ഭർത്താവിനും ഭർത്താവ് അറിയാതെയുള്ള കച്ചവടം ഭാര്യയ്ക്കും ചേരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.